പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? വളരെ മോശമായ അഭിപ്രായം. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഞങ്ങളുടെ ജീവിതത്തെ കണ്ടിട്ട്. നിർബന്ധമായിട്ടും ആശാ വർക്കേഴ്സിനോടും ടീച്ചേഴ്സിനോടും നിർബന്ധമായിട്ടും CPM ഭരിക്കുന്ന പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും നിർബന്ധമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ആശാ വർക്കേഴ്സിനെ കൊണ്ടുപോയിട്ടുള്ളത്. അതിന്റെ പേരിൽ ഞങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണം നമ്മൾ ഏത് സദസ്സിലും പങ്കെടുക്കാം. വനിതാ മതിൽ പോലുള്ള പരിപാടികളിലും ഇതേപോലെ തന്നെ ഇവർ നിർബന്ധമായിട്ട് എല്ലാ സർക്കാർ ജീവനക്കാരെയും വെച്ചിട്ടാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ മോദി സർക്കാരിന്റെ ഒരു പരിപാടിക്ക് ഈ വന്ന എല്ലാ മഹിളകളും ഞങ്ങളുടെ BJPയുടെ ഒറ്റ പ്രവർത്തകരാണ്. ഞങ്ങൾ വീണ്ടും BJPക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അഹോരാത്രം കഷ്ടപ്പെട്ട് രാത്രിക്ക് പകലില്ലാതെ ഞങ്ങളുടെ BJP അധികാരികളാണ്. പിണറായി വിജയനെ പാവപ്പെട്ടവരെ പെൻഷൻ അടക്കം തിന്നിട്ടില്ല. അവർക്ക് മരുന്ന് വാങ്ങാനടക്കം പൈസ ഇല്ലാണ്ടായി. നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്തെങ്കിലും അപേക്ഷയായിട്ട്? പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങളുടെ ജോലി കളയുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞങ്ങളെ പങ്കെടുപ്പിച്ച്. ഞാൻ ആശാ വർക്കറാണ്. ആശ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നാണ് പറഞ്ഞത്. അത് കാരണം പേടിച്ചിട്ട് പോയി. ജോലിയാണല്ലോ ഏറ്റവും വലുത് വെച്ചിട്ട്. എവർക്കും വിനീത നമസ്കാരം. തൃശ്ശൂര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന ആ ഒരു സ്ഥലത്താണ് ഉള്ളത്. നമ്മള് ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കേവലം ഒരു ചെറിയ പരിപാടി എന്നുള്ള നിലക്കല്ല, 2 ലക്ഷം അമ്മമാര് അല്ലെങ്കിൽ 2 ലക്ഷത്തോളം കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ മഹിളകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. ചരിത്രത്തിൽ BJP ഇന്നോളം കേരളത്തിൽ നടത്തിയിട്ടുള്ള പരിപാടിയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ഈ നിൽക്കുന്ന അമ്മമാര് എല്ലാവരും അതിനൊരു ഉദാഹരണമാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആദരണീയനായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ വിജയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം, അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പടിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. എന്താണ് അമ്മമാരോട് ജസ്റ്റ് ഒരു വിഷയം. മോദിനെ കണ്ടോ? എവിടെയാ സ്ഥലം? തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം, ഗുരുവായൂർ മണ്ഡലം. BJP ഇത്തവണ ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ? സുരേഷ് ഗോപി സാറ് നിങ്ങള് പ്രവർത്തനത്തിന് ഇറങ്ങാറുണ്ടോ? ഞാൻ സ്ഥാനാർത്ഥിയിൽ നിന്നാളാ. അനിത ജയരാജ് 16-ല് 20-ല് മകൻ നിന്ന് പേരം പൂക്കോട് 39-ാം വാർഡ്. പുന്നൂർക്കുളം സുരയ്യയുടെ വീടിന്റെ ഭാഗത്താണ് ഞങ്ങള്. അതിന്റെ തൊട്ടടുത്ത് ഇടക്കഴിയൂരൊക്കെ ഭാഗം ഉറപ്പായിട്ടും ജയിക്കുന്ന പ്രതീക്ഷ. പിണറായി വിജയനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ലത് ചെയ്തവരെ മാത്രമേ നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ നല്ലത് കേരളത്തിൽ പെൻഷൻ അടക്കം അയാൾ തിന്നിട്ടില്ല. പിണറായി വിജയനെ പാവപ്പെട്ടവരെ പെൻഷൻ അടക്കം തിന്നിട്ടില്ല. അവർക്ക് മരുന്ന് വാങ്ങാനടക്കം പൈസ ഇല്ലാണ്ടായി. ഇതിലെ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും പെൻഷൻ വാങ്ങുന്ന എത്ര പേരുണ്ടല്ലേ? ഈ വിധവ പെൻഷനാണ്. 4-5 മാസമായി അത് കിട്ടി. വിധവാ പെൻഷൻ എത്ര മാസമായിട്ട് കിട്ടിയില്ല? 4 മാസത്തെ എടുക്കുകയാണ്. കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ക്രിസ്മസ് ആയിട്ടും കിട്ടിയിട്ടില്ല. 1 മാസം മാത്രം. വേറെ കിട്ടിയിട്ടില്ല. സാറേ, ഈ 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഞങ്ങൾ രാജ ഹോസ്പിറ്റലിൽ 1 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടാണ്ട്. ഇനി ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിർത്തി വെച്ചാണ്. പാവങ്ങളായ ഹാർട്ടിന്റെ ആശുപത്രിയിൽ അത് ചെയ്യണവർക്ക് 10 എണ്ണം ഒരു ദിവസം ചെയ്യും, ശനിയാഴ്ച ദിവസം. അതിപ്പോ ചെയ്യാൻ പറ്റാണ്ട് അവർക്ക് 1.5 ലക്ഷം രൂപ അടയ്ക്കാൻ മാർഗമല്ല. അത് കേന്ദ്രം കൊടുക്കാണ്ടാണോ കേരളം കൊടുക്കണോ അതൊന്നും അറിയാം എനിക്ക്. ഞാൻ സുരേന്ദ്രേട്ടനോട് ചോദിക്കുന്നത് വിചാരിച്ചിരിക്കുക. സുരേന്ദ്രേട്ടന്റെ മാന്റെ കല്യാണത്തിന് വന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഈ 5 ലക്ഷത്തിന്റെ സംഭവിക്കാൻ അറിയണം. ഏത് നമുക്ക് കേന്ദ്രം കൊടുക്കാണ്ടാണോ കേരളം തരാണ്ടാണോ അറിയണല്ലോ. പാവപ്പെട്ടവർ ഇനി വിഷമിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ കേരളത്തിലൊരു നവകേരള സദസ് നടക്കുന്നുണ്ടല്ലോ, CPM-ന്റെ, എന്താണ് അഭിപ്രായം? ആരെങ്കിലും നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്തെങ്കിലും അപേക്ഷയായിട്ട്? പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങളുടെ ജോലി കളയുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞങ്ങളെ പങ്കെടുപ്പിച്ച്. ഞാൻ ആശാ വർക്കറാണ്. ആശ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നാണ് പറഞ്ഞത്. അത് കാരണം പേടിച്ചിട്ട് പോയി. ജോലിയാണല്ലോ ഏറ്റവും വലുത് വെച്ചിട്ട്. മോൾക്ക് 3 സെന്റ് പാസ്സായി കഴിഞ്ഞല്ലോ. എന്നിട്ട് അത് സ്ഥലം മേടിക്കാൻ പറഞ്ഞു. സ്ഥലം മേടിച്ചിട്ട് കണ്ടെത്തി എന്നിട്ട് ചെന്ന് പറഞ്ഞപ്പോഴേ അവിടുത്തെ VO പറഞ്ഞതേ നവകേരള ഇതില് പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്താലേ പാസ്സാക്കുള്ളൂ. ഞങ്ങൾ ജനിച്ചേ പോലക്ക് ഇതാ, പിന്നെ ഞങ്ങൾ മാറുമോ?
ഒരു 2.25 ലക്ഷത്തിന്. അതിന് മോൾക്ക് ആൺകുട്ടികളില്ല, ഭർത്താവില്ല. അപ്പൊ അവര് പറഞ്ഞാണിത്, വിയ്യോ പറഞ്ഞത്, ഇവിടെ പുന്നൂർക്കുളം പഞ്ചായത്തിൽ വിയ്യോ പറഞ്ഞതാ. അങ്ങനെ അച്ഛൻ, ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാ, ഒരു മോനേ ഉള്ളു. ആ കാര്യം ചെയ്ത് അച്ഛൻ പറഞ്ഞപ്പോഴേ, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാ ഇതിൽ നടക്കുന്നത്, അച്ഛനല്ലാണ്ട് പിന്നെ അത് ആടെ നടക്കുക. ഇത് അയാൾ പറഞ്ഞ വിയ്യോ പറഞ്ഞാണ് നവകേരളം പരിപാടിയിൽ പങ്കെടുത്ത് ലെറ്റർ കൊടുക്കണമെന്ന്. ഇങ്ങനൊക്കെ പാടുണ്ടാ? ആൺകുട്ടികളില്ല, ഭർത്താവില്ല, അവർക്കൊക്കെ അല്ലത് കൊടുക്കണ്ടേ? 2.25 ലക്ഷത്തിന് ഒരു സെന്റ് കിട്ടുമോ മോനെ ഇപ്പൊ? എന്നിട്ട് അവര് പറഞ്ഞാണ് ഇപ്പൊ ഈ കഥ. നിരവധി പഞ്ചായത്തുകൾ CPM ഭരിക്കുന്നുണ്ട്. ഈ CPM ഭരിച്ചെടുക്കുന്ന പഞ്ചായത്തില് അംഗൻവാടി ഹെൽപ്പേഴ്സ്, ടീച്ചേഴ്സ്, അത്രയും അമ്മമാരെ അപേക്ഷ വെച്ചിട്ട് ഈ CPMന്റെ പ്രതിനിധികൾക്ക് മാത്രമായിട്ടാണ് CPM ഭരിക്കുന്ന പഞ്ചായത്തില് അവര് അംഗൻവാടി ഹെൽപ്പേഴ്സിനും ടീച്ചേഴ്സിനും അവസരം കൊടുത്തിട്ടുള്ളൂ. അതിനെതിരെ ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പുണ്ട്. പിന്നെ വീണ്ടും മോദി അധികാരത്തിൽ വരണമെന്നാണ്. സുരേഷ് ഏട്ടൻ തൃശ്ശൂർ ജയിക്കണം. കഴിഞ്ഞ വർഷം സുരേഷ് ഏട്ടൻ ജയിക്കാതെ പോയതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഇപ്രാവശ്യം നല്ല ബലാണ്. ഇവിടുത്തെ സാധാരണക്കായ എല്ലാ ജനങ്ങളും നമ്മുടെ സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോ ജയ് ഹിന്ദ്. ഈ നമ്മള് നവകേരള സദസ്സ് നടന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങളോടൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞു. നിർബന്ധമായിട്ടും ആശാ വർക്കേഴ്സിനും ടീച്ചേഴ്സിനോടും നിർബന്ധമായിട്ടും CPM ഭരിക്കുന്ന പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും നിർബന്ധമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ആശാ വർക്കേഴ്സിന് കൊണ്ടുപോയിട്ടുള്ളത്. അതിന്റെ പേരിൽ ഞങ്ങൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണം നമ്മൾ ഏത് സദസ്സിലും പങ്കെടുക്കാം. വനിതാ മതിൽ പോലുള്ള പരിപാടികളിലും ഇതേപോലെ തന്നെ ഇവര് നിർബന്ധമായിട്ട് എല്ലാ സർക്കാർ ജീവനക്കാരെയും വെച്ചിട്ടാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മോദി സർക്കാരിന്റെ ഒരു പരിപാടിക്ക് ഈ വന്ന എല്ലാ മഹിളകളും ഞങ്ങളുടെ BJPയുടെ ഒറ്റ പ്രവർത്തകരാണ്. ഞങ്ങൾ വീണ്ടും BJPക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ അഹോരാത്രം കഷ്ടപ്പെട്ട് രാത്രിക്ക് പകലില്ലാതെ ഞങ്ങളുടെ BJP അധികാരത്തിലാണ്. എത്ര പേര് വന്നിട്ടുണ്ട് ഇവിടുന്ന്? ഞങ്ങള് 6 ബസ്സാണ് പുന്നൂർക്കുളം വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പുന്നൂർക്കുളം മാത്രം. അവിടെ വടക്കേകാട്, പുന്നൂര്, പുന്നൂർക്കുളം പഞ്ചായത്തിൽ നിന്നൊക്കെ ഇതേപോലെ 6ഉം 10ഉം ബസ്സുകൾ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം നിങ്ങള് ഈ നിലവിലുള്ള ഇവിടുത്തെ MP ഉണ്ടല്ലോ, TN പ്രതാപൻ സാറ്, അദ്ദേഹത്തിനോട് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനോട്? അദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല. ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറയണ്ടേ, അത് എടുത്തു പോകുന്നു ഞങ്ങളോട് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ കാര്യം പറയണം നിർബന്ധമായിട്ടും കേട്ടോ, TV ചാനലിൽ പറയണം. നിങ്ങള് ഏതെങ്കിലും സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? സഹകരണ ബാങ്കില് എവിടെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാധാരണക്കാരാണ് ഞങ്ങള് പണം നിക്ഷേപിക്കാനൊന്നുമില്ല. കോവിഡിന് ശേഷം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്. നിരന്തരം മൈക്രോ ഫൈനാൻസ് വായ്പ എടുത്തിട്ടൊക്കെയാണ് ഓരോ അമ്മമാർ ജീവിക്കുന്നത്. ഞങ്ങളുടെ മോദി സർക്കാർ വന്നതിന് ശേഷം ഓരോ കുടുംബങ്ങൾക്കും, BPL കുടുംബങ്ങളില്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് 6000 രൂപ വാർഷികമായിട്ട്. ഏത് സർക്കാർ വന്നിട്ടാണ് ഇങ്ങനെ? മോദി വന്നതിന് ശേഷം ഈ 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏത് സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യമായിട്ട് നമ്മുടെ മോദി വന്നിട്ടാണ്. അതേപോലെ പല പദ്ധതികളും, കുട്ടികൾക്കായുള്ള സുകന്യ യോജന, അതേപോലെ തന്നെ ഉജ്ജ്വല യോജന, അല്ലെ സാധാരണക്കായ അമ്മമാർക്ക് ഗ്യാസ് പോലും കത്തിക്കാൻ അറിയാത്ത വീട്ടമ്മമാർക്ക് ഏത് സർക്കാരാണ് കൊടുത്തിട്ടുള്ളത്? വീണ്ടും നമ്മുടെ മോദി തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വർഷം മോദി തന്നെ ഭരണത്തിൽ വരുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയത്തെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ? അതിലൊരു 6 പേര് ആത്മഹത്യ ചെയ്ത വിഷയം അറിയൂ? ആ പണം, നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ ലഭിക്കാതെ 6 ആളുകൾ അന്ന് ആത്മഹത്യ ചെയ്തു. അവസാനമായിട്ട് ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ ഒരു ശശികുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ ആത്മഹത്യ ചെയ്ത ആള് മരണപ്പെട്ടതാണ്, പണമില്ലാതെ. 13 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലായിട്ട് 1.5 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് കൊടുത്തത്. ബാക്കി എല്ലാ പൈസയും അവിടെ തന്നെ അവര് അത് കൈക്കലാക്കിയെന്ന് തന്നെ പറയാം. ആ വീട്ടിലേക്ക് സുരേഷ് ഗോപി സാർ ഒരു 3 ലക്ഷം രൂപ സംഭാവനയായിട്ട് കൊടുത്തിരുന്നു. സംഭാവനയല്ല, ആള് ഒരു ധനസഹായമായിട്ട് നൽകിയിരുന്നു. അപ്പൊ ആ ഒരു സുരേഷ് ഗോപി സാറിന്റെ സേവന പ്രവർത്തനത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? വളരെ നല്ല കാര്യമാണ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായത്തിലുള്ളത്. എല്ലാ കാര്യത്തിനും സുരേഷ് ഏട്ടൻ ഇവിടെ ഇതായിട്ട് മന്ത്രിയായിട്ട് വരണം. അതാണ് ഞങ്ങളെ ഉറപ്പ്, ഏറ്റവും നല്ലൊരു ഉറപ്പ്. പാവങ്ങളുടെ സഹായം, ഞങ്ങളുടെ നല്ല ആള്. സുരേഷ് ഏട്ടന്റെ അക്കൗണ്ട് ഇവിടെ തുറക്കണം, BJPക്ക് വേണ്ടിയിട്ട് തുറക്കും. ഞങ്ങളുടെ പൂർണ്ണ എല്ലാവരും പിന്തുണ ഉണ്ടാവും. വീണ്ടും സുരേഷ് ഏട്ടൻ വരട്ടെ. ബാങ്കിന്റെ പലിശ ഒന്ന് കുറയ്ക്കണം. ഞങ്ങളൊക്കെ കൊണ്ട് അടയ്ക്കുന്നതൊക്കെ ചേച്ചി, മോദിജിനെ കണ്ടോ? സന്തോഷം. സുരേഷ് ഗോപി സാറ് ഈ പ്രാവശ്യം ഇവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിപ്പിക്കും ഞങ്ങൾ.
അതിന് കള്ളക്കളി കളിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. ജയിക്കണം, പക്ഷെ അതിനകത്ത് മറ്റുള്ളവരെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് ആരെങ്കിലും കള്ളക്കളി കളിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ മാത്രമേ അവര് പിന്മാറുള്ളൂ. അല്ലെങ്കിൽ അവര് അവരുടേതായിട്ടുള്ള ഇതില് അവര് സുരേഷ് ഗോപി ദിക്കച്ച് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യും. ഈ മണിപ്പൂർ വിഷയമൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഉണ്ടാവില്ലേ? അപ്പൊ അത് അങ്ങനെയില്ല. എന്തറിയോ, മണിപ്പൂര് വിഷയം സത്യത്തില് അതൊരു ജാതി സംബന്ധമായ ഒരു വിഷയമല്ല. പക്ഷെ അത് കേരളത്തിലെ LDF അതൊരു ജാതി സംബന്ധമായ വിഷയമാക്കിയിട്ട് BJP ഉയർന്നു വരാണ്ടിരിക്കാനുള്ള ഒരു കരുനീക്കാണത്. ശരിക്കും അതൊരു മതപരമായ വിഷയമല്ല. ശരിക്കും നമ്മളത് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു മതപരമായ വിഷയമല്ല. ഒരിക്കലും മതപരമായിട്ട് ഒന്നിനും ചിന്താഗതി വേറെ തരത്തിൽ പോകുന്നില്ല. അത് എന്തിനാ നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം? നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് നോക്കിയാൽ പോരെ. പിണറായി വിജയനെ പറ്റിയിട്ടെന്താ അഭിപ്രായം? വളരെ മോശമായ അഭിപ്രായം. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും പ്രായത്തോടുകൂടി ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട്. ഇതുപോലൊരു വൃത്തികെട്ട ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ കേരളത്തിൽ കണ്ടിട്ടില്ല. വൃത്തികെട്ട മന്ത്രി. നാളെ എന്നെ കൊല്ലാൻ വരരുത്, പോലീസുകാർ എന്റെ വീട്ടിലും വരരുത്. ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് അല്ല, ശരിക്കും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ കൂടി ഞങ്ങൾക്ക് നാണക്കേട്. നിങ്ങളുടെ നാട്ടിലെ മന്ത്രി എന്താ ഇങ്ങനത്തെയെന്ന് ഞാൻ പറയും. ഞങ്ങളുടെ നാട്ടിലെ മന്ത്രിനെ പറ്റി പറഞ്ഞിട്ട് കാര്യം. ഒരു ശബരിമലയെ കാണിച്ചു കൂട്ടിയത് ആ പുറനാട്ടിലുള്ള ഞങ്ങൾ പോലുള്ളവർക്ക് എത്ര നാണക്കേടെന്ന് അവിടുത്തെ ഞങ്ങളോട് ചോദിക്കാം, എന്താ ഈ നാട്ടിൽ നിങ്ങളുടെ മന്ത്രിയുടെ. അപ്പൊ ഞാനപ്പോ പറയും, ഞാൻ അവിടെയാണ് വോട്ട് ചെയ്തത് കേട്ടോ. അത്രയും ലോകം മുഴുവൻ. പക്ഷെ നല്ല തൊലിക്കെട്ടി ഉണ്ട്, അത് മാത്രം പറയാം. നല്ല തൊലിക്കെട്ടി. പിണറായി കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി, ഭയങ്കര തൊലിക്കെട്ടി. അത് തോറ്റു. അതുതന്നെയാണ് ഇന്ന് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ വന്നത് ജയസൂര്യ പറഞ്ഞതുപോലെ 1 രൂപ വെച്ച് വെക്കണമെന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരാൾ വന്നാൽ എന്റെ പ്രതിഷേധമാണ്, ഈ മുഖ്യമന്ത്രിയോടുള്ള എന്റെ പ്രതിഷേധമാണ് ഇന്നത്തെ ഇതിൽ വന്നേ. ഞാൻ മോദിജിയുടെ ഏറ്റവും വലിയ ആരാധികയാണ്. പക്ഷേ ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതെന്റെ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും നമ്മുടെ ഭരണത്തോടുമുള്ള നാറിയ ഭരണത്തോടുള്ള എൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഇന്നിവിടെ വന്നതും ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുന്നതും. ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ സംഗമത്തിൽ പങ്കെടുത്ത അമ്മമാരുടെ അഭിപ്രായമാണ്. എങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം. 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് BJP ഒരു 350 മുതൽ 400 വരെ സീറ്റുകൾ എന്തായാലും നേടുമെന്ന് സർവേകളടക്കം പറയുന്നുണ്ടെങ്കിലും അതിൽ തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി സാറിന്റെ ഒരു സാന്നിധ്യം ആ ഒരു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിലേക്കുള്ള പ്രവർത്തന പദ്ധതികളാണ് BJPയുടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി സാറിന്റെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടിയായിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കാണാൻ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വന്ദേ മാതരം. ജയ് ജയ് ശ്രീറാം.